ഏവർക്കും സ്നേഹവന്ദനം. ഇസ്രായേലിൽ യഹൂദന്മാരല്ലാത്ത ആളുകൾ പാർക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് മുസ്ലിംസ് അവിടെ ഉണ്ടെങ്കിൽ അവരുടെ നിലവാരം എങ്ങനെയാണ്? അവരുടെ സ്ഥിതിവിശേഷങ്ങൾ എന്തൊക്കെയാണ്? അവര് ഇസ്രായേലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണോ? ഇത്യാദി ചോദ്യങ്ങൾ പല ആളുകളും ചോദിക്കാറുണ്ട്. അവർക്ക് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പഠനമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. ഇസ്രായേലിന് വേണ്ടിയുള്ള യുദ്ധം ചെയ്യുന്ന മുസ്ലിം സഹോദരങ്ങളെ കുറിച്ചാണ് പ്രാരംഭമായിട്ട് പറയുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് ഇസ്രായേലിലെ പൊതുവിലുള്ള കാര്യം, 1 കോടിയിൽ താഴെയാണ് അവിടുത്തെ ആകെ ജനസംഖ്യ. അതിൽ 76% യഹൂദന്മാരും കൂടുതൽ ഏകദേശം 18-19% മുസ്ലിംസും 2% ക്രൈസ്തവരും, ബാക്കിയുള്ള 4% വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളിൽപ്പെട്ട മതക്കാരും മതമില്ലാത്തവരുമായിട്ടുള്ള ആളുകൾ. അതാണ് ഇസ്രായേലിലെ ഇന്നത്തെ ചരിത്രം. അതിൽ 18% കൂടുതലുള്ള മുസ്ലിം സഹോദരങ്ങൾ അവിടെ പാർക്കുമ്പോൾ അവർ എങ്ങനെയാണ് ഇസ്രായേലിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതാണല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. യഹൂദികളെ മിത്രങ്ങളായി സ്വീകരിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഈ മുസ്ലിം സഹോദരങ്ങൾ എങ്ങനെയാണ് അവരുടെ കൂട്ടത്തിൽ പാർക്കുന്നത് എന്നുള്ള ചോദ്യം ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ടാണ് ഇപ്പം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഇസ്രായേലിന് വേണ്ടിയുള്ള യുദ്ധം ചെയ്യുന്ന മുസ്ലിങ്ങളെ കുറിച്ചാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ബദൂയിന ഗ്രൂപ്പ്, മുസ്ലിം ഗ്രൂപ്പാണത്. ആ ബദൂയിന മുസ്ലിം ഗ്രൂപ്പ് 1947 മുതൽ 1949 വരെയുള്ള പലസ്തീൻ യുദ്ധകാലത്ത് അറബ് സൈന്യങ്ങളുടെ ആക്രമണത്തെ ചെറുക്കുന്നതിനായിട്ട് നിരവധി മുസ്ലിം ബെയ്ദൂനുകൾ സയനിസ്റ്റ് സേനയിൽ ചേരാനായിട്ട് തുടങ്ങിയതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേലി അറബികളിൽ ഏകദേശം 12% ഉൾപ്പെടുന്ന ഒരു മുസ്ലിം ന്യൂനപക്ഷമായിട്ടുള്ള നെഗേവ് ബെഡൂയിനുകളും ഇസ്രായേലി മറ്റ് അറബ് പൗരന്മാരെക്കാൾ കൂടുതൽ ഇസ്രായേലി പക്ഷക്കാരാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. നിരവധി നെഗേവ് ബെഡൂയിനുകളും ഇസ്രായേൽ പ്രതിരോധ സേനകളിൽ സേവനമനുഷ്ഠിക്കുന്നു. ഓരോ വർഷവും യുവപ്രായത്തിലുള്ള ബെഡൂയിനുകൾ 5% മുതൽ 10% പേര് IDFന് വേണ്ടി സന്നദ്ധ സേവനം നടത്തുന്നുണ്ട്. റൂസിൽ നിന്നും ജൂത ഇസ്രായേലികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവർ നിയമപ്രകാരം ഈ നിർബന്ധിതമായിട്ടുള്ള സൈനിക സേവനം ചെയ്യേണ്ടവരാണ്. എന്നാൽ ഈ ബെനൂഡുകൾ അങ്ങനെ ചെയ്യേണ്ടതല്ല. എങ്കിലും അവരും നിർബന്ധിതമായി തന്നെ ഈ IDFലൊക്കെ ചേരുന്നു എന്നുള്ളതാണ് അവരുടെ ഇടയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. പലസ്തീൻ അറബ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണ സമയത്ത് ബെഡൂയിനുകൾ പലപ്പോഴും തങ്ങളുടെ ഗോത്രത്തെയാണ് തങ്ങളുടെ ഒരു പ്രധാന ഐഡൻറ്റിറ്റി ആയിട്ട് അല്ലെങ്കിൽ സത്വകേന്ദ്രമായിട്ട് കരുതിയിരുന്നു. മാത്രമല്ല, ഉയർന്നു വരുന്ന പലസ്തീൻ സ്വത്വത്തിൻ്റെ ഭാഗമായി അവർ പൊതുവെ തങ്ങളെ തന്നെ വീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അഥവാ തങ്ങൾ പലസ്തീനികളാണെന്ന് അവർ ഒരിക്കലും പറയാറില്ല. അവർ ഇസ്രായേലിയക്കാരാണെന്നാണ് പൊതുവിൽ പറയുന്നത്. സമീപത്തുള്ള ജൂത സമൂഹങ്ങളുമായിട്ട് ബെഡൂയിനുകൾ വളരെ ദീർഘനാളത്തെ ബന്ധമുണ്ടായിരുന്നു. 1936 മുതൽ 39 വരെയുള്ള കാലഘട്ടത്തിൽ പലസ്തീനിൽ നടന്ന അറബ് കലാപത്തിൽ തുസാങ്കാരിയിലെ ബെഡൂയിനുകൾ ഈ സമൂഹങ്ങളെ അല്ലെങ്കിൽ ഈ പലസ്തീനുകളെ പ്രതിരോധിക്കാൻ തക്കവണ്ണം ഇസ്രായേലിനെ സഹായിച്ചു എന്നുള്ളതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1946 അൽ ഹെയ്ബ് ഗോത്രത്തിലെ ഗോത്ര നേതാവ് ഷെയ്ഖ് ഹുസൈൻ മുഹമ്മദ് അലി അബു യൂസഫ് തൻ്റെ 60-ലധികം ആളുകളെ സയനിസ്റ്റ് സേനയ്ക്കൊപ്പം പോരാടാൻ അയച്ച് അഗാനിയിലെ പാൽ പെയ്ബ് യൂണിറ്റ് രൂപീകരിച്ചതോടെയാണ് ജൂതന്മാരും ബെഡൂയിനുകളും തമ്മിലുള്ള ഔപചാരികമായിട്ടുള്ള ഒരു സഹകരണം ആരംഭിക്കാനിടയായത്. 1948 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ പാൽ ഹെയ്ബ് യൂണിറ്റ് സിറിയക്കെതിരെ അപ്പർ ഗലീലയിലെ ജൂത സമൂഹങ്ങളെ സഹായിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. 1948 ഷെയ്ഖ് അബു യൂസഫ് ഇങ്ങനെ പറഞ്ഞതായിട്ട് വളരെ കൃത്യമായി ഉദ്ധരിച്ചിട്ടുണ്ട്. അയൽക്കാരുടെ ബന്ധം രക്തബന്ധങ്ങൾ പോലെ തന്നെ പ്രിയപ്പെട്ടതാണെന്ന് ഖുറാനിൽ എഴുതിയിട്ടില്ലേ? ജൂതന്മാരുമായുള്ള ഞങ്ങളുടെ സൗഹാർദ്ദം വളരെ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഞങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അവരും ഞങ്ങളിൽ നിന്ന് അത് ഗ്രഹിക്കുകയും ഞങ്ങൾ അവർക്ക് വിശ്വസ്തരായിട്ട് അനുഭവിക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്തു. മാത്രമല്ല, ഗോലാൻ കുന്നുകളിലെ സാദി ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ബെഡൂയിൻ വംശജനായ മേജർ ഫെഹത്ത് ഫല്ല ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുകയുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്, അതെ, ഞാൻ ഗാസയിലെ മുസ്ലിങ്ങൾക്കെതിരെ പോരാടിയിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും പറയുകയാണ്, എനിക്ക് വീണ്ടും പോരാടേണ്ടി വന്നാൽ ഞാൻ വീണ്ടും പോരാടും. അദ്ദേഹം കൂട്ടിച്ചേർത്തു, IDFൽ സേവനമനുഷ്ഠിക്കാത്ത ഇസ്രായേലി മുസ്ലിങ്ങൾ അവരുടെ രാജ്യത്തെ സേവിക്കാത്തതിൽ ലജ്ജിക്കണം. ഇസ്മായിൽ
ഗൽദി ഇസ്രായേലിലെ ആദ്യത്തെ ബെഡൂയിൻ ഡെപ്യൂട്ടി കൗൺസിലും ഇസ്രായേലി വിദേശകാര്യ സേവനത്തിലെ ഏറ്റവും ഉയർന്ന റാങ്കുള്ള മുസ്ലിമുമാണ്. ഇസ്മായിൽ ഗൽദി ഇസ്രായേലിൻ്റെ ശക്തനായ വാക്താവും കൂടിയാണ്. അദ്ദേഹം പറയുന്നത് മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും സാംസ്കാരികവും വൈവിധ്യവും പൂർണ്ണമായ ഒരു സമൂഹത്തിലും ഒരേ ഒരു യഥാർത്ഥ ജനാധിപത്യ രാജ്യത്തും ജീവിക്കുന്ന ട്രൂസ്, വഹൈ, ബെഡൂയിൻ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ തുടങ്ങിയ ജൂതന്മാരല്ലാത്ത നിരവധി ഇസ്രായേലികളോടൊപ്പം ഞാനും അഭിമാനിയായ ഒരു ഇസ്രായേലിയാണ്. അമേരിക്കയെ പോലെ ഇസ്രായേലി സമൂഹവും നമുക്ക് സത്യസന്ധമായി ഇടപെടാവുന്ന ഒരു രാഷ്ട്രമാണെന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം വീണ്ടും പറയുന്നത് വിദ്യാഭ്യാസ അവസരം, സാമ്പത്തിക വികസനം, സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ, സംസാര സ്വാതന്ത്ര്യം, സമ്മേളന പ്രാതിനിധ്യം എന്നിങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് അളവുകോലിലും ഇസ്രായേലിലെ ന്യൂനപക്ഷങ്ങൾ മിഡിൽ ഈസ്റ്റിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും മികച്ച നിലയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു മുസ്ലിമായിട്ടുള്ള മഹൽ വ്യക്തി പറയുകയാണ് ഇസ്രായേലിൽ അവരുടെ ജീവിത നിലവാരം മറ്റേത് രാജ്യങ്ങളെക്കാളും ഉയർന്ന തരത്തിൽ തന്നെയാണ്. ഇസ്രായേലി സർക്കാസിയൻ മുസ്ലിംസിനെ കുറിച്ചും കൂടെ നമുക്കിപ്പോൾ ചിന്തിക്കാം. ഇസ്രായേലിലെ സർക്കാസിയന്മാർ അറബികളല്ലാത്ത പ്രധാനമായും സുന്നി മുസ്ലിങ്ങളാണ്. ഏകദേശം 4000 മുതൽ 5000 വരെയുള്ള ആളുകളാണ് അവിടെ താമസിക്കുന്നത്. സർക്കാസിയൻ വംശജരായിട്ടുള്ള ആളുകൾ ഇസ്രായേലിലെ പൗരന്മാരും അവരവിടെ സ്ഥിര താമസക്കാരുമാണ്. അവർ പ്രധാനമായും 2 പട്ടണങ്ങളിലായിട്ടാണ് താമസിക്കുന്നത്. അവ കഫാറും അതേപോലെ തന്നെ കാമ എന്നീ സ്ഥലങ്ങളാണ്. ഇസ്രായേൽ റഹാനിയ സർക്കാസിയൻ ഭാഷകളായ അഡീഗെ, കബാർഡിയൻ കൂടാതെ ലെവന്റൈൻ അറബിക്, പലസ്തീൻ അറബിക്ക്, ഇസ്രായേലി ഹീബ്രു, ഇംഗ്ലീഷ് എന്നീ ഭാഷകളൊക്കെ ഇവർ നന്നായിട്ട് സംസാരിക്കുന്നവരാണ്. വടക്കൻ കൊക്കേഷ്യക്കാർ 19-ാം നൂറ്റാണ്ടിലെ റൂസ സർക്കാസിയൻ യുദ്ധകാലത്ത് റഷ്യൻ സാമ്രാജ്യം നടത്തിയ സർക്കാസിയൻ വംശഗതിയുടെ ഫലമായി രൂപപ്പെട്ട സർക്കാസിയൻ ഡയസ്പോറയുടെ ഒരു ശാഖയാണ് ഇസ്രായേലിലെ ഇന്നത്തെ സർക്കാസിയന്മാർ. വടക്ക് പടിഞ്ഞാറൻ കൊക്കേർഷ്യൻ വംശീയ വിഭാഗവും ഒരു രാഷ്ട്രവുമാണ് സർക്കാസിയക്കാർ. അവർ തദ്ദേശീയമായി സർക്കാസിയൻ ഭാഷകൾ സംസാരിക്കുകയും വടക്കൻ കൊക്കാസിലെ സർക്കാസിയ എന്ന ചരിത്രപരമായ പ്രദേശത്ത് നിന്ന് ഈ പ്രദേശത്തേക്ക് ഇസ്രായേലിലേക്ക് കുടിയേറിയവരുമാണ്. മിക്ക ഇസ്രായേലി സർക്കാസിയന്മാരും പ്രധാനമായും സുന്നി ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. 1870-കളിൽ ഒട്ടോമൻ സാമ്രാജ്യം ഗലീലയിൽ സ്ഥിരതാമസമാക്കിയ 2 സർക്കാസിയൻ ഡയസ്പോറോ ഗ്രൂപ്പുകളിൽ നിന്നുള്ളവരാണ് അവരിൽ ഭൂരിപക്ഷവും. ഇസ്രായേൽ പ്രതിരോധ സേനയിൽ അല്ലെങ്കിൽ IDF-ൽ നിർബന്ധിത സൈനിക സേവനത്തിനായി ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു പതിവുണ്ട്. അതിൽ ഇസ്രായേലിലെ ഡ്രൂസിനൊപ്പം 2 ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലൊന്ന് സർക്കാസിയന്മാരായിട്ടുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ദേശത്ത് ജൂത കുടിയേറ്റം ആരംഭിച്ചത് മുതൽ സർക്കാസിയന്മാർക്ക് ഇസ്രായേലിലെ ജൂത സമൂഹമായി നല്ല ഒരു ബന്ധമുണ്ട്. ബ്രിട്ടീഷ് മാൻഡേറ്റ് സമയത്ത് ഇസ്രായേലിലെ സർക്കാസിയൻ സമൂഹം പലസ്തീനിലേക്കുള്ള ജൂതന്മാരുടെ കുടിയേറ്റത്തെ സഹായിക്കുകയും 1947 മുതൽ 49 വരെയുള്ള പലസ്തീൻ യുദ്ധത്തിൽ ഇസ്രായേൽ പക്ഷത്ത് നിന്നുകൊണ്ട് എതിരാളികളോട് എതിർക്കുകയും ചെയ്ത, അങ്ങനെ ഇസ്രായേലിന് വേണ്ടി പോരാടുകയും ചെയ്ത ഒരു കൂട്ടരാണ്. മാത്രമല്ല 1948-ൽ ഇസ്രായേൽ പുനർരൂപീകരണം നടന്നപ്പോൾ, ഞാൻ ഈ പുനർരൂപീകരണം എന്നുള്ള ബോധപൂർവം പറയുന്നതാണ്, കാരണം ആ ദേശം മുഴുവനും ഇസ്രായേലിൻ്റേതാണ്. ആ ദേശത്തു നിന്ന് അവരെ പല കാരണത്താൽ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ചിതറിപ്പോകേണ്ടി വന്നു. അതിനുശേഷം അവരുടെ സ്വന്തം നാട്ടിലേക്ക് അവർ മടങ്ങി വന്നു കഴിഞ്ഞ സമയത്ത് പലസ്തീനിലെ സർക്കാസിയക്കാർ അയൽ രാജ്യങ്ങളിലേക്കൊന്നും തന്നെ കുടിയേറാൻ മനസ്സ് കാണിച്ചില്ല. കാരണം അവർക്കറിയാം യഹൂദന്മാർ തങ്ങൾക്ക് ഏറ്റവും യോഗ്യരായിട്ടുള്ള അയൽവാസികളാണ്, അവർ തങ്ങൾക്ക് കൊള്ളാകുന്ന മിത്രങ്ങളാകുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ ആ രാജ്യത്തിൽ തന്നെ, ആ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ തന്നെ തുടരാൻ തക്കവണ്ണം അവർ സമ്മതിക്കുക മാത്രമല്ല അവർ പൂർണ്ണ ഇസ്രായേൽ പൗരത്വം സ്വീകരിക്കുവാനും തീരുമാനമെടുത്തതായിട്ട് ചരിത്രകാരനായിട്ടുള്ള എലിയോ നോർമൻസ പറയുന്നു. അപ്പം ട്രൂസ് ജനസംഖ്യയെ പോലെ 1958 മുതൽ പുരുഷ സർക്കാസിയന്മാർ പ്രായപൂർത്തിയാകുമ്പോൾ ഇസ്രായേലിലുള്ള നിർബന്ധിത സൈനിക സേവനത്തിൽ ചെന്നെത്തുന്നു. അതേസമയം അവരുടെ സ്ത്രീകൾക്ക് അത് ബാധകമല്ല.
അവിടെ പൊതുവിൽ ഇസ്രായേലി പെൺകുട്ടികളും 17 വയസ്സ് അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ ഉടനെ തന്നെ സൈനിക സേവനത്തിനൊക്കെ പോകുന്നത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഇസ്രായേൽക്കാരെല്ലാവരും തന്നെ സൈനിക സേവനവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. തങ്ങളുടെ രാഷ്ട്രത്തോട് അവർക്ക് 100% കൂറും ആത്മാർത്ഥതയും അതിലൂടെ അവർക്ക് വെളിപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിലെ നിരവധി സർക്കാസിയന്മാർ സുരക്ഷാ സേനകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ബോർഡർ ഗാർഡ്, ഇസ്രായേൽ പ്രതിരോധ സേന, പോലീസ് സേന, ഇസ്രായേൽ ജയിൽ സർവീസ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇസ്രായേലിലെ സർക്കാസിയൻ സമൂഹത്തിൽ സൈന്യത്തിൽ ചേരുന്നവരുടെ ശതമാനം വളരെ കൂടുതലാണ്. ഇസ്രായേലിനോടുള്ള ഈ വിശ്വസ്തതയെ അറബ് മുസ്ലിങ്ങൾ പലപ്പോഴും ഈ സർക്കാസിയൻസിനെ കാണുന്നത് വഞ്ചകരായിട്ടാണ്. അവരെ വിളിക്കുന്നത് വഞ്ചകർ എന്നാണ്. അവർ സർക്കാസിയക്കാരെ ഉമ്മത്തിന്റെ ശത്രുക്കളായിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ ആ രാജ്യത്തിലുള്ള ജനതയ്ക്ക് വേണ്ടി ആ ജനത്തോടൊപ്പം ആ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ മറ്റുള്ള രാജ്യത്തിലെ സമൂഹം ഇവരെ ഉമ്മത്തിന്റെ ശത്രുക്കളായിട്ട് മുദ്രകുത്തിയിരിക്കുകയാണ്. ഇസ്രായേലി അറബികൾക്കിടയിൽ ഇസ്രായേലിന്റെ സ്വീകാര്യത 2005 ട്രൂമാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിട്ടുള്ള ഒരു സർവേയിൽ പറയുന്നത് ഇസ്രായേൽ ജൂത ജനതയുടെ രാഷ്ട്രമാണെന്ന തത്വം അറബ് പൗരന്മാരിൽ 63% പേരും അംഗീകരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 2012 ഹൈഫൈ യൂണിവേഴ്സിറ്റി ജൂത അറബ് സെന്റർ നടത്തിയിട്ടുള്ള ഒരു സർവേയിൽ പറയുന്നത് ഇസ്രായേലിലെ ജൂത അറബ് ബന്ധങ്ങളുടെ സൂചികയിൽ 75% ഇസ്രായേലി അറബികൾ ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കാൻ അവകാശമുണ്ടെന്ന് പ്രസ്താവിച്ചു. 48% പേർ ഒരു ജനാധിപത്യ ജൂത രാഷ്ട്രമായി അതിൻ്റെ നിലനിൽപ്പിനെ പിന്തുണയ്ക്കുവാൻ സാധിക്കും എന്ന് പ്രസ്താവിച്ചു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പ്രമുഖ മുസ്ലിം ആളുകളിൽ മുൻകാല സ്വയം വിശേഷിപ്പിക്കപ്പെട്ട ഭീകര സംഘടനയിലെ അംഗവും നിലവിലെ ഇസ്ലാമിക ചിന്തകനും പരിഷ്കർത്താവുമായ ഡോക്ടർ തൗഫീഖ് ഹമീദ്, അതേപോലെ ഇറ്റാലിയൻ ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ട മുസ്ലിം സയനിസ്റ്റാണ്. അങ്ങനെയുള്ള ഷെയ്ഖ് പ്രൊഫസർ അബ്ദുൽ ഹാദി പാലസി, അതേപോലെ തന്നെ പ്രൊഫസർ അബ്ദുൽ ഹാദി പലാസി, മുസ്ലിം പാകിസ്ഥാൻ അമേരിക്കൻ പണ്ഡിതനും പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായി സ്വയം വിശേഷിപ്പിക്കപ്പെട്ട മുസ്ലിം സയനിസ്റ്റുമായ തഷ്ബീഹ് സയ്യിദ്, സാൻ ഡീഗോ സ്റ്റേറ്റിലെ യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് നിയമ പണ്ഡിതനുമായ പ്രൊഫസർ ഖലീൽ മുഹമ്മദ്, ബംഗ്ലാദേശി പത്രപ്രവർത്തകനും പ്രസാധകനും സ്വയം പ്രഖ്യാപിത മുസ്ലിം സയനിസ്റ്റുമായ സലാവുദ്ദീൻ ഷോയിബ് ചൗധരി എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു സ്വാഭാവിക ചോദ്യം പലരിൽ നിന്ന് ഉയർന്നു വരുന്നത്, എന്നിട്ടും എന്തേ മതേതരത്വ രാഷ്ട്രത്തിൽ വസിക്കുന്നതായിട്ടുള്ള നമ്മുടെ നാട്ടിലെ സഖാക്കളും രാഷ്ട്രീയ നേതാക്കന്മാരും ഹമാസിന് വേണ്ടി ഇപ്പോഴും നിലകൊള്ളുന്നു? എന്തുകൊണ്ട് അവർ ഹമാസിന് വേണ്ടി നിലവിളിക്കുന്നു? അതിൻ്റെ മറുപടിയായിട്ട് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീണനം. വോട്ടിന് വേണ്ടിയുള്ള പ്രീണനം, രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള പ്രീണനം, നേരിനെ ത്യജിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രീണനം. ഈ പ്രീണനവുമായി നിലനിൽക്കുന്നവർ ഓർത്തുകൊള്ളുക, ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാഷ്ട്രം ഏതെങ്കിലും തരത്തിൽ അയൽ രാജ്യങ്ങളുമായിട്ടോ മറ്റു രാജ്യങ്ങളുമായിട്ടോ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് എന്ന് അയൽ രാഷ്ട്രങ്ങൾ തങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കുമോ അന്ന് ഇസ്രായേൽ വളരെയധികം പീസ്ഫുള്ളായിട്ട് മറ്റുള്ളവരുമായിട്ട് ഇടപെടുവാൻ കൊണ്ടിടയായിത്തീരും. അപ്പോൾ ഇസ്രായേലിലുള്ള മുസ്ലിം സമൂഹവും ഇസ്രായേലിന് വേണ്ടി നന്മ ചെയ്യുവാനും യുദ്ധം ചെയ്യുവാനും യഹൂദന്മാരോടൊപ്പം ഒരുമിച്ച് പാർക്കുവാനും ആഗ്രഹിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ആ മുസ്ലിം സഹോദരങ്ങൾക്ക് നമുക്കൊരു വന്ദനം കൊടുക്കാം, ഒരു കൂപ്പ് കൈ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് ഇത് പാസ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തിയാൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവുണ്ടായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കമൻസൊക്കെ ഈ തരം വീഡിയോകൾ ചെയ്യുന്നതിന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അറിയിച്ച് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം തേക്കടലച്ചൻ.